സ്വാഗതം. നമ്മൾ ഇനി ഒരു അതിഥിയിലേക്ക് കൂടി പോവുകയാണ്. ഇന്ന് നമുക്കറിയാം ലോക പ്രമേഹ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രവീൺ കുമാർ പി നമുക്കൊപ്പം ചേരുകയാണ്. പ്രമേഹത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഡോക്ടർ ഗുഡ് മോർണിംഗ്, സ്വാഗതം രാവിലെയിലേക്ക്. ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രമേഹ ദിനമാണ്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും ഓരോ ദിവസവും അതിന്റെ പ്രാധാന്യവും ഏറി വരികയാണ്. എന്താണ് ഡോക്ടർ ആമുഖമായി പറയാനുള്ളത്? അതായത് നമ്മൾ ഇന്ത്യ നമ്പർ 1 പൊസിഷനിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രമേഹത്തിന്റെ രോഗികളുടെ എണ്ണത്തില്. ലോകത്തിലുള്ള പ്രമേഹ രോഗികളിൽ ചൈന ആയിരുന്നു ഇതുവരെ മുന്നിൽ. പക്ഷെ ഇന്ത്യ 10 കോടിയിൽ കൂടുതൽ ആൾക്കാർ പ്രമേഹ രോഗികൾ, അറൌണ്ട് 10% എന്ന് പറയണേ, മോർ ദാൻ 10 crores അത്രയും ആൾക്കാർ പ്രമേഹ രോഗികൾ ആയി മാറി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു സംഖ്യയാണ്. നമ്മള് ഈ ഒരു പ്രമേഹ രോഗം ബാധിച്ചവര് കൂടാതെ പ്രമേഹം അറിയാത്ത ആൾക്കാർ ഏകദേശം ഇത്ര തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ പ്രീ ഡയബറ്റീസ്, പ്രമേഹം വരാൻ സാധ്യതയുള്ള ആൾക്കാരും ഏകദേശം 10-12 കോടിയോളം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30% ആൾക്കാർ എഫക്റ്റഡ് ആണ് ശരിക്കും. പ്രമേഹം നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. അതാണ് ഡോക്ടർ, നമ്മളിപ്പോ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹമായിട്ടെന്നാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞു വെച്ചത്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള സമയമായി വരികയാണല്ലോ. എന്തൊക്കെയാണ് നല്ല ഭക്ഷണശീലം എന്നുള്ളതാണ്? ശരിക്കും ആഹാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും പ്രമേഹം ബാധിക്കാൻ സാധ്യതയുള്ള ആൾക്കാരായതിനാല് നമ്മള് ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഒരു ആരോഗ്യകരമായ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് കുറക്കുക. അതായത് കൂടുതൽ ഈ ധാന്യങ്ങളുടെ അളവ് കുറച്ചിട്ട് കൂടുതൽ പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ ഇതൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുക. പ്രത്യേകിച്ച് ഇഡ്ഡലി, ദോശ കഴിക്കുന്ന ആൾക്കാർ ഒരു 4-5 ഇഡ്ഡലി കഴിക്കുന്നതിന് പകരം 2 മാക്സിമം 3 എണ്ണം കഴിച്ചിട്ട് അതിന്റെ കൂടെ കുറച്ച് സാലഡുകൾ, ഗ്രീൻ സാലഡ്സ്, അല്ലെങ്കിൽ ഈ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ അങ്ങനത്തെയൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കാം. വേണമെങ്കിൽ ഒരു എഗ്ഗ് കഴിക്കാം. നോൺ വെജിറ്റേറിയൻസ് കഴിക്കുന്ന ആൾക്കാരിൽ എഗ്ഗ് ഒരെണ്ണം കഴിക്കാം. അതുപോലെ ഇൻ ബിറ്റ്വീൻ സാലഡുകൾ, അധികം കാലറി റിച്ച് ആയിട്ടുള്ള അല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ സെലക്ട് ചെയ്യുക. ഉച്ചക്ക് റൈസിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൂടുതൽ ഈ തോരൻ, പയർവർഗ്ഗങ്ങൾ, അങ്ങനത്തെ ഈ ബീൻസ്, കൊത്തവര, ഇലക്കറികൾ, അതൊക്കെ ഫ്രീ ഫുഡ് പോലെ നമുക്ക് കൂടുതൽ ഓയിൽ ചേരാത്ത തോരനുകൾ ഇത് കഴിക്കുക. പിന്നെ ഈ മിഡ് ഈവനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ വേണമെങ്കിൽ എന്തെങ്കിലും ഓട്സ് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, അധികം കാലറി റിച്ച് അല്ലാത്ത ഈ വീറ്റ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഈവനിങ്ങിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. നൈറ്റിൽ വേണമെങ്കിൽ റൈസ് തന്നെയാണെങ്കിലും റൈസിന്റെ എല്ലാവരും പറയും ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തിയും റൈസും ഒക്കെ ധാന്യങ്ങളാണ്. അപ്പൊ അതെല്ലാം അളവ് കുറക്കണം. ചപ്പാത്തി ആണെങ്കിൽ 1-2 എണ്ണം അതിന്റെ കൂടെ കടല, പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കാം. പിന്നെ ഫിഷ് ആണെങ്കിൽ കറിയായിട്ട് കഴിക്കാം. ഫ്രൈ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. ഓയിലി ഫുഡ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ സാധാരണ പറയാറ്. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കാം. ഫ്രൂട്ട്സ് ചിലപ്പോ എല്ലാവരും പറയും ഫ്രൂട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യേണ്ട. 1-2 പഴങ്ങൾ ഒരു ദിവസം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ലത് തന്നെയാണ് ആക്ച്വലി. അതായത് ഏറ്റവും നല്ലത് പേരക്ക, ഗ്രീൻ ആപ്പിൾ, ഗുവാവ ആൻഡ് ഗ്രീൻ ആപ്പിൾ, ഇതാണ് ഏറ്റവും നല്ല പഴങ്ങൾ. അധികം മധുരമില്ലാത്ത പഴങ്ങളാണ്. പിന്നെ ഏത് പഴങ്ങളായാലും ഇൻ മോഡറേഷൻ, ഇപ്പൊ അളവ് കുറച്ച് 1-2 റോബസ്റ്റ പഴമാണെങ്കിലും 1 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം, ഓറഞ്ച്, മൂസമ്പി, പേരക്ക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആഹാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, നമ്മളിപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയത്തോടാണല്ലോ. ഈ ഒരു നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ അതിലൊക്കെ തെറ്റുന്നത് ഈ സമയം കൊണ്ടാണ്. അപ്പൊ ഈ പലതവണ കേട്ടിട്ടുള്ള ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ പ്രമേഹത്തെ കുറിച്ച് പറയുമ്പോൾ കേട്ടിട്ടുള്ളത് തവണകളായി കഴിക്കാന്ന്. ഒരു സമയത്ത് കുറച്ച് ഭക്ഷണം കഴിക്കാം, പക്ഷെ തവണകളായി എടുക്കാന്ന്. ഈ തവണകളായി കഴിക്കാൻ നമുക്ക് സമയമില്ലല്ലോ ഡോക്ടറെ. അതാണ് പ്രശ്നം. പക്ഷെ അതില് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാക്കാം. ഇപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിലും ഒരു വിത്തിൻ ഒരു 11-11:30 സമയത്ത് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് സൈഡ് റൂമിലേക്ക് പോയിട്ട് നമുക്ക് ചെറിയ നമുക്ക് സ്നാക്സ് കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ടുവന്നോ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയം ഉണ്ടാക്കാം. ഓഫീസിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇതൊക്കെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. വളരെ റെയർലി മാത്രമാണ് നമുക്ക് തീരെ പറ്റാണ്ടിരിക്കുന്നത്.
അതെ ഡോക്ടർ, മറ്റൊന്ന് ഇന്ന് ശിശുദിനമാണ്. ഈ കുട്ടികളിൽ പ്രമേഹം അത് അവരുടെ എണ്ണം കൂടി വരികയാണ് ഡോക്ടർ. ഒരു പ്രായം കഴിഞ്ഞവരിലാണ് പണ്ട് നമ്മൾ എനിക്ക് ഷുഗറാണ് എന്ന് അത് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ചെറിയ കുട്ടികളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. അതുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ചെറിയ കുട്ടികൾ യൂഷ്വലി ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് കൂടുതൽ. നമ്മുടെ നാട്ടില് ടൈപ്പ് 1 ഡയബറ്റീസ് കുറവാണ്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് അഡൽട്ട് ഓൺസെറ്റ് ഡയബറ്റീസ്, പ്രായമായിട്ടുള്ളവരിൽ വരുന്ന ഡയബറ്റീസും ഇപ്പൊ ഏർലി ആയിട്ട് ഒരു 10 വയസ്സിലൊക്കെ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. എത്രയോ കുട്ടികളിൽ. കാരണം അത് മെയിൻലി അവരുടെ ലൈഫ് ഹാബിറ്റ്സ് കൊണ്ടാണ്. സെഡൻഡറി ലൈഫ് ഹാബിറ്റ്, പഴയതുപോലെ ഓടിക്കളിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ കുറച്ച് കൂടുതലായിട്ടുള്ള കാലറി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളായിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക. പിന്നെ കോളകൾ അമിതമായ ഉപയോഗം, കോളകളുടെ അമിതമായ ഉപയോഗം, ഫാസ്റ്റ് ഫുഡുകൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഒബീസ് ആവും. അപ്പൊ ഒബീസിറ്റിയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ഒബീസിറ്റി ശരിക്കും ഈ ലിവറിൽ ഫാറ്റ് വളരെയധികം കൂടും. ലിവറിൽ ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്ന ലിവറിലാണ്. അപ്പോൾ ഇൻസുലിന്റെ ആക്ഷൻ, ഇൻസുലിന്റെ വർക്കിംഗ് കുറഞ്ഞിട്ട് അതായത് ഇസ് കോൾഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ക്രമേണ പ്രമേഹം വരാനുള്ള സാധ്യത. ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ ഏർലി തന്നെ വരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈവൻ അറ്റ് ബർത്ത്. നമ്മളിപ്പോ ഒരു ഡയബറ്റിസ് മദറുള്ള അവന്റെ ബേബി ആണെങ്കിൽ ആ ബേബിക്ക് ചിലപ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും, അവർക്ക് അബ്ഡോമിനൽ ഒബീസിറ്റി കൂടുതലായിരിക്കും, വിസറൽ ആഡിപ്പോസ് ടിഷ്യൂ കൂടുതലായിരിക്കും, വയറിന്റെ ഉള്ളിലുള്ള ഫാറ്റുകൾ കൂടുതലായിരിക്കും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പൊ ഏർലി തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു എക്സസൈസ്, ഞാൻ നേരത്തെ ഡയറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ റെഗുലർ എക്സസൈസ് ഓൾസോ ഈസ് ഇമ്പോർട്ടന്റ്. ഒരു 30 minutes പെർ ഡേ ഫോർ 5 days, അറ്റ്ലീസ്റ്റ് 5 days എ വീക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഈവൻ ബ്രിസ്ക് വാക്കിംഗ്, എന്ത് എക്സസൈസ് ആണെങ്കിലും അതാണ് ഡോക്ടർ. എപ്പോഴും ഈ വ്യായാമത്തിന്റെ കാര്യത്തിൽ പ്രമേഹ രോഗികൾക്ക് സംശയമുണ്ട്. ഈ നടത്തം, അതായത് നടക്കാൻ വ്യായാമത്തിന് വേണ്ടി നടക്കണം അല്ലെ, അല്ലാതെ നമ്മളിപ്പോ വീട്ടില് വെറുതെ നടക്കുന്നു എന്ന് പറയുന്നത് വ്യായാമമായിട്ട് കൂട്ടില്ല. ഒരു 30 minutes ബ്രിസ്ക് വാക്കിംഗ്, കുറച്ച് സ്പീഡിലുള്ള നടത്തം, അതാണ് കൈവീശി നടക്കുക. കൈവീശി ബ്രിസ്ക് വാക്കിംഗ്, കുറച്ച് സ്പീഡിൽ, നമുക്ക് പറ്റാവുന്നത്ര സ്പീഡിൽ. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ, നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, വ്യായാമത്തിന്റെ കാര്യം പറഞ്ഞു, മറ്റേ ജീവിതശൈലി രോഗമായിട്ട് വരുന്നതാണല്ലോ ഈ പ്രമേഹം. നമ്മൾ എപ്പോഴാണ് ഈ പ്രമേഹം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് തോന്നുക, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലായിട്ട് ദാഹം കൂടുതൽ, യൂറിനേഷൻ കൂടുതൽ, ലോസ് ഓഫ് വെയിറ്റ്, ഈ 3 എണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർഡിനൽ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് വന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്യണം. അല്ലാതെ തന്നെ ഒരു 35 വയസ്സ് 40 വയസ്സാകുമ്പോഴേക്കും റുട്ടീനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ, ഫാമിലി ഹിസ്റ്ററി ഡയബറ്റീസ്, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയില്ല. ഇപ്പൊ ഈ ദാഹവും കൂടുതലും മൂത്രം കൂടുതലും ഒന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇപ്പോ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു ഡിംനെസ് ഓഫ് വിഷൻ, കണ്ണില് കാഴ്ച കുറഞ്ഞ ഒരാളെ നോക്കിയപ്പോൾ കണ്ണില് നമ്മള് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് കണ്ടത്. ബ്ലീഡിങ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 വർഷമായിട്ട് പ്രമേഹം ഉണ്ടായിട്ട് ഇയാൾ അറിഞ്ഞില്ല, ഇദ്ദേഹത്തിന് ഷുഗർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല. ചോദിച്ചപ്പോഴാണ് കുറച്ച് ദാഹം കൂടുതലും മൂത്രം കൂടുതലും. പിന്നെ നോക്കിയപ്പോഴാണ് ലേസർ സർജറി ചെയ്യേണ്ട അത്രയും ഡയബറ്റിക് റെറ്റിനോപ്പതി അദ്ദേഹത്തിന് ബാധിച്ചു കഴിഞ്ഞു. അദ്ദേഹം അത് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അതാണ് ഡോക്ടർ. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി, നമ്മൾ ഈ ഷുഗർ കട്ട് ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. ഷുഗർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഷുഗറിനെയാണോ നമ്മൾ പറയുന്നത്? ഷുഗറായിട്ട് ബന്ധപ്പെട്ട എല്ലാം, മധുരം ഒഴിവാക്കുക എന്നുള്ളതാണ്. മധുരം ഒഴിവാക്കുക, ഡയറക്റ്റ് ഷുഗർ മാത്രമല്ല, മധുരം ഉള്ള എല്ലാം വർജിക്കുന്നത് നല്ലതാണ്. നേരത്തെ തന്നെ, ഒരു പ്രായം കഴിഞ്ഞല്ല, നേരത്തെ തന്നെ കുറക്കുക. ഇപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ മധുരം ഇട്ടിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. മധുരം കുറച്ചിട്ട് ശീലമാക്കുക. അതെ, മധുരം കുറച്ചിട്ടുള്ള ഒരു ശീലം മുളയിലെ തന്നെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറച്ച് കുറയും. നമ്മൾ മുഴുവനായിട്ട് കുറയുന്നു എന്നല്ല പറയണത്, പക്ഷെ അത് നമുക്ക് ഈ ഒബീസിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത കുറയും. കാരണം ഈ മധുരം നമുക്കൊരു ക്രേവിംഗ് ആയി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കോളകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഇതാണ് ഡയബറ്റോജനിക് ആയിട്ടുള്ള ഒരു വസ്തു നമ്മുടെ സമൂഹത്തിൽ. ശരി, എന്തായാലും ഇന്ന് പ്രമേഹ ദിനത്തിൽ താങ്കളെ ഞങ്ങൾക്ക് അതിഥിയായി ലഭിച്ചതിൽ വലിയ സന്തോഷം. കൊച്ചിയിലെ സൺറൈസ് ഹോസ്പിറ്റലിലെ പ്രമേഹ രോഗ വിദഗ്ധനാണ് ഡോക്ടർ പ്രവീൺ കുമാർ. ഡോക്ടർ, താങ്ക് യു ആൻഡ് ഗുഡ് ഡേ. താങ്ക് യു, ഗുഡ് ഡേ. താങ്ക് യു. നമ്മളിനി വാർത്തയിലേക്ക് തിരിച്ചു